നമസ്കാരം. കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്ന്. ഇപ്പോ FBയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം 2 ദിവസത്തിന്റെ ഇടയിൽ മലപ്പുറം ജില്ലയിലെ NH66 വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ അവിടെയുള്ള ജീവനക്കാരുടെ ഗുണ്ടായിസം ഇപ്പോ മീഡിയകളിൽ ഭയങ്കര വൈറലാണ്. ജീവനക്കാർ എന്ന് വെച്ചാൽ ഹിന്ദിക്കാരാണ്. ആ ടോൾ പ്ലാസയിൽ ഒരു കാറിന്റെ ഒരു ഗ്ലാസിന്റെ സൈഡ് വശം ഇരുമ്പ് പോലെയുള്ള വടികൊണ്ട് അടിക്കുന്ന ദൃശ്യമാണ് കേരളത്തിലെ എല്ലാവരും കണ്ടത്. ഫാസ്റ്റ് ടാഗുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ വിഷയമാണ്. ഈ ടോൾ പ്ലാസയിൽ ജോലി ചെയ്യുന്നത് ഭൂരിഭാഗവും ഹിന്ദിക്കാരാണ്. ഹിന്ദിക്കാരെന്ന് വെച്ചാൽ പരമാവധിയുള്ള ആളുകളൊക്കെ ഗുണ്ടായിസമാണ്. എല്ലാ ടോൾ പ്ലാസകളിലും ഇല്ലെങ്കിലും എന്നാൽ മിക്ക ടോൾ പ്ലാസകളിലും ഹിന്ദിക്കാരുടെ ഗുണ്ടായിസമാണ്. ഇതിനെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റുകൾക്കോ അധികാരികൾക്കോ കഴിയില്ല എന്നാണ് എന്റെ ചോദ്യം. ഒരുപാട് ഗുണ്ടായിസം ചെയ്യുന്ന ഹിന്ദിക്കാരുണ്ട്. എനിക്ക് സംശയം, ഈ ഹിന്ദിക്കാരെ പ്രസവിക്കുമ്പോ അവരുടെ അമ്മ പ്രസവിക്കുമ്പോ ഈ ടോൾ പ്ലാസയും കൂടെ ചേർന്ന് പറ്റതായിരിക്കുമോ? കാരണം ഇവരെന്താ കാണിക്കുന്നത്? തനി ഗുണ്ടായിസം. എന്തെങ്കിലും വണ്ടിക്കാർ എന്തെങ്കിലും വിഷയം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അതിന്റേതായിട്ടുള്ള രീതിക്ക് നമ്പർ എടുത്തിട്ട് ഉത്തരവാദിത്തപ്പെട്ട മേഖലകൾക്ക് കംപ്ലൈന്റ് ചെയ്യാലോ, അതല്ലേ അതിന് ശരി. ഈ തന്തയില്ലാത്തവന്മാർ കേരളത്തിൽ വന്നിട്ട് നോർത്ത് പോലെയുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഹിന്ദിക്കാർ ടോൾ പ്ലാസയിൽ ജോലിക്കും വന്നിട്ട് ഇതുപോലെയുള്ള ഗുണ്ടായിസം തന്തയിലായും അതും കേരളത്തിൽ വന്ന് കാണിക്കുമ്പോൾ പൊതുജനം എത്ര കാലം നോക്കുകുത്തിയായിരിക്കും? കാരണം എനിക്ക് അനുഭവങ്ങളില്ല. എനിക്കിതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലെ തിരിച്ചു കൊടുക്കും. അത് വേറെ വിഷയം, അതിന് മാറ്റമേ ഇല്ല. ഒരു ടോൾ പ്ലാസയിൽ, ഈ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ കാറുകാരന്റെ കാറിനെ ആക്രമിക്കുന്ന ജീവനക്കാരൻ കാറിനെ ആക്രമിക്കുകയാണെന്ന്. അപ്പൊ ഇതിനെതിരെയൊക്കെ ശക്തമായ ഒരു സംവിധാനം വേണ്ടേ, നിയമം വേണ്ടേ? ഇവരെയൊക്കെ അഴിച്ചുവിടാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. പൊതുജനങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. കാരണം ഈ വിഷയത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. നമ്മുടെ കേരളത്തിന്റെ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കാറുകാർ അതിലൂടെ പോകുമ്പോ അവരിൽ നിന്ന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അതിന്റേതായിട്ടുള്ള രീതിയിൽ മാന്യമായിട്ട് കൈകാര്യം ചെയ്യണ്ടേ? കാറിലുള്ള ഡ്രൈവറോ പുറകുവശത്തിരിക്കുന്ന ആരെങ്കിലും അവരെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിന്റെ ഇടയിൽ തന്നെ കമ്പി പോലെയുള്ള വടിയെടുത്തിട്ട് കാറിനെ ആക്രമിക്കുകയാണ്. ഈ തന്തയ്ക്ക് വർക്കാത്ത ടോൾ പ്ലാസയിലെ ഹിന്ദിക്കാരെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ, വേറൊന്നുമല്ല, ഇതിനെ ജില്ലാ ഭരണകൂടം ഏത് ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ആ ജില്ലയിലെ ഭരണകൂടത്തിന് അടിയന്തരമായി ഇടപെടാൻ പറ്റുമല്ലോ. ജില്ലാ കളക്ടർക്ക് ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അല്ലേ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഇല്ലേ, അവർക്ക് അടിയന്തരമായി ഇടപെടാലോ. കേരളത്തിന് സർക്കാരില്ലേ, തീർച്ചയായിട്ടും ഇടപെടാൻ പറ്റും. ഇത് കേന്ദ്രത്തിന്റെ കീഴിലാണ്, ഇത് അങ്ങനെയാണ്, ഇത് ഇന്നവർക്ക് ഇങ്ങനെ കൊടുത്തതാണ് എന്നും പറഞ്ഞിട്ട് ഈ ഹിന്ദിക്കാർ വന്ന് കേരളത്തിൽ വന്ന് ഇങ്ങനെ അഴിഞ്ഞാടി കഴിഞ്ഞാൽ എന്താ അതിന് അർത്ഥമുള്ളത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാവപ്പെട്ട മലയാളികളെ, കേരളത്തിന്റെ പൊതുജനത്തെ ഹിന്ദിക്കാർ ഗുണ്ടായസത്തിലൂടെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു തരാം, പൊതുജനം കയ്യും കെട്ടിയിരിക്കുന്ന കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇപ്പൊ നല്ലപോലെ തീർച്ചയായിട്ടും പ്രതികരിക്കും. അത് എങ്ങനെ ഏത് വഴിയിലൂടെ വേണമെങ്കിലും തിരിച്ചടിക്കും. അപ്പൊ തിരിച്ചടി ശരിയല്ലെങ്കിൽ തിരിച്ചടി കൊടുക്കുക. അവരെ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. കേസ് വന്നാൽ ഇപ്പൊ തൂക്കിക്കൊല്ലാനുള്ള നിയമങ്ങളൊന്നും രാജ്യത്തില്ല. ഒരാള് ഒരു ടോൾ പ്ലാസയിൽ പോകുമ്പോ അവന്റെ കാറിനെ ഈ പറയുന്ന ഹിന്ദിക്കാർ ആക്രമിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വാക്കുവാദത്തിന്റെ ഇടയിൽ കാറിനെ ആക്രമിക്കുകയാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക, ബാക്കി കാര്യം പറയണ്ടല്ലോ അല്ലേ. മീഡിയകളിലൂടെ പറയുന്നതിന് പരിമിതികളുണ്ട്. മാന്യമായി പെരുമാറുക, നല്ല കണക്കിന് പെരുമാറുക. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പോ ഈ വെട്ടിച്ചിറയിൽ സംഭവിച്ച പോലെ പൊതുജനത്തെ വിളിച്ചുകൂട്ടിയിട്ട് നല്ല കണക്കിന് കൊടുക്കുക. കേസല്ലേ ഉള്ളൂ. കേസ് എന്ന് പറഞ്ഞപ്പോ അപ്പോഴേ പറഞ്ഞ പോലെ തൂക്കിക്കൊല്ലാനുള്ള നിയമങ്ങളൊന്നും ഒരിക്കലും ഇല്ലല്ലോ. ഉള്ളിൽ പോയാലും വെളിയിൽ വരാം, കേസാണെങ്കിലും വിഷയമല്ല എന്ന ചിന്തയിലൂടെ ഇവന്മാരുടെ മുന്നിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ പിന്നെ ആണുങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ഇരുന്നൊരു കാര്യമൊന്നുമില്ല. അപ്പോ കേരളത്തിലെ ചില ടോൾ പ്ലാസകളിൽ ഹിന്ദിക്കാർ ഗുണ്ടായിസം കാണിക്കുകയാണ്. ആ ഗുണ്ടായിസത്തിനെതിരെ ശക്തമായ നിയമം വേണം. ആ ജില്ലകളിലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ SP പോലെയുള്ള അധികാരികൾ ആ വിഷയത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരും ഇതുപോലുള്ള വിഷയങ്ങളിൽ ഇടപെടണം. ഒരുപാട് ടോൾ പ്ലാസകളിൽ കേരളത്തിൽ ഗുണ്ടായിസമാണ്, പ്രത്യേകിച്ച് ഹിന്ദിക്കാരുടെ. മലയാളികൾക്കും മറ്റുള്ള ഇതര സംസ്ഥാനത്തിലെ ആളുകൾക്കൊക്കെ നല്ലപോലെ പോവേണ്ടതാണ്. അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് ഇവരെ നമ്മൾ താഴ്മയോടെ നോക്കുമ്പോൾ ഇവർ അതിഥി തൊഴിലാളികളല്ല, ഇവർ അതിഥി കൊലയാളികളാണ്. അതിഥി കൊലയാളികൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. അവരെയൊക്കെ കരുതി ഇരുന്നു കൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, നന്ദി, നമസ്കാരം.